യൂട്യൂബിൽ 1 കോടിയിലധികം ഫോളോവേഴ്സ് ഉള്ള ബിയർ ബൈസെപ്സ് എന്നറിയപ്പെടുന്ന യൂട്യൂബർ പോഡ്കാസ്റ്റർ രൺവീർ അലബാദി ഇന്ത്യാസ് ഗോട്ട് ലേറ്റന്റ് ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിന് വേണ്ടി ഒരു മത്സരാർത്ഥിയോട് ഒരു ചോദ്യം ചോദിച്ചു. ഹാസ്യ നടൻ സമീറയുടെ ഇന്ത്യാസ് ഗോട്ട് ലേറ്റന്റ് ഷോയിലെ രൺവീറിന്റെ ആ ചോദ്യം ഒരു വലിയ വിവാദത്തിന് തിരികൊളുത്തി. ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ മാതാപിതാക്കൾ എല്ലാ ദിവസവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കാണണോ, അല്ലെങ്കിൽ ഒരിക്കൽ അതിൽ ചേരുകയും അത് എന്നേക്കുമായി നിർത്തുകയും ചെയ്യണോ എന്ന ചോദ്യം. ആദ്യം ലിംഗത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് മത്സരാർത്ഥിയെ ചോദ്യം ചെയ്ത ശേഷമാണ് മാതാപിതാക്കളെ ഉൾപ്പെടുത്തി അധികം ഞെട്ടിപ്പിക്കുന്ന ഈ ഒരു ചോദ്യം വന്നത്. എന്തായാലും പണി പാളി എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ക്ഷമാപണവും പിന്നാലെ വന്നു. തന്റെ പരാമർശത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ അദ്ദേഹം ക്ഷമാപണം നടത്തി. താൻ പറഞ്ഞത് പറയരുതായിരുന്നു എന്ന് പറയുകയും ചെയ്തു. എന്റെ അഭിപ്രായം കേവലം അനുചിതം മാത്രമായിരുന്നില്ല, തമാശ പോലും അല്ലായിരുന്നു. കോമഡി എന്റെ ശക്തിയല്ല, ക്ഷമിക്കണം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. തിങ്കളാഴ്ച ഒരു വീഡിയോ പ്രസ്താവനയിലാണ് രൺവീർ ഇത് പറഞ്ഞത്. താൻ ആ ക്ലിപ്പ് കാണാതിരുന്നിട്ട് പോലും അത് അശ്ലീലമാണെന്ന്, വളരെ അശ്ലീലമാണെന്ന് തനിക്ക് മനസ്സിലായെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് പറഞ്ഞതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈയൊരു ക്ഷമാപണം വന്നത്. മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നവർ നടപടികൾ നേരിടേണ്ടി വരുമെന്നും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്നും, പക്ഷെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറുമ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യം അവിടെ അവസാനിക്കുമെന്നും ഫഡ്നാവിസ് കൂട്ടിച്ചേർത്തു. എല്ലാവർക്കും പരിധികളുണ്ട്, ആരെങ്കിലും അത് ലംഘിച്ചാൽ നടപടിയെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിൽ ഒരു താക്കീതുണ്ടെന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും രൺവീർ അലബാദിക്കും ഒപ്പമുണ്ടായിരുന്ന ഇൻസ്റ്റാഗ്രാമിൽ ദ റിബൽ കിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആശിഷ് ചലഞ്ചാനി, ജസ്പ്രീത് സിംഗ്, അപൂർവ മുഖിജ തുടങ്ങിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനുമെതിരെ 2 മുംബൈ അഭിഭാഷകർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അവർ മുംബൈ പോലീസ് കമ്മിറ്റി കമ്മീഷണർ വിവേക് ഫാൽശങ്കറിനും അതുപോലെ മഹാരാഷ്ട്ര വനിതാ കമ്മീഷനും കത്തയച്ചിട്ടുണ്ട്. ഇന്ത്യാസ് ഗോട്ട് ലേറ്റന്റ് എന്ന പരിപാടിയിലെ പരാമർശങ്ങൾ സ്ത്രീകളെ അനാദരിക്കുന്നതും അതുപോലെ നടപടി എടുക്കേണ്ടതുമാണെന്ന് കത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാധ്യമപ്രവർത്തകനും ഗാനരചയിതാവുമായ നീലേഷ് മിശ്രയും സംഭവത്തിൽ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. ഇനി ഈ ചോദ്യത്തിന് പാനലും സദസ്സും പൊട്ടിച്ചിരിച്ചപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടു. നിരവധി ഇന്റർനെറ്റ് ഉപയോക്താക്കൾ രൺവീർ അലബാദിയെ ഫോർവേഡ് ക്രിയേറ്റർ എന്ന് ആക്ഷേപിച്ചു. പ്രായപൂർത്തിയാകാത്ത സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ആക്സസ് ചെയ്യാവുന്ന അനുചിതമായ ഉള്ളടക്കം കർശനമായി നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ടവരുമുണ്ട്. എന്തായാലും ലൈംഗികതയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും തുറന്നു പറച്ചിലുമൊക്കെ ഒരു പരിധിവരെയും ചില ഘട്ടങ്ങളിൽ ശരിവയ്ക്കാൻ സാധിക്കും. പക്ഷെ അനാവശ്യം പറഞ്ഞിട്ടോ ചോദിച്ചിട്ടോ ഒരു സോറി ചോദിച്ചാൽ അത് ന്യായീകരിക്കാൻ പറ്റുമെന്നാണോ? എന്തായാലും ഈ സോ കോൾഡ് തമാശ വെറും വൃത്തികേടെന്ന് മാത്രമേ പറയാനുള്ളൂ.